The day you walked into our lives like a ray of light, bringing a piece of heaven with you. Hearing your first cry filled our hearts in a way we never know possible. You were and always will be our greatest blessing. God blessed us with this miracle and we named him Kainan. 2025 ജൂലൈ 3 ഉച്ചകഴിഞ്ഞ് 2:30 തോമുക്കുഞ്ഞിൻ്റെ ജനനം. എത്ര പെട്ടെന്നാലേ ഒരു വർഷം കഴിഞ്ഞു പോയത്. ദേ അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എത്തിയിരിക്കുന്നു. കൈന കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബർത്ത്ഡേ സെലിബ്രേഷനും അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വായോ. വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ തോമുക്കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ പോയി. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ പോയ വഴിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ബേബിക്കുള്ള ബർത്ത്ഡേ ഡ്രസ്സും ഷൂസുമാണ് വാങ്ങിയത്. ഫോട്ടോ എടുക്കാനായി മീഷോയിൽ നിന്നും ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്തിരുന്നു. അതും ഇന്നെത്തി. അടുത്ത ദിവസം ഞങ്ങൾ തോമുക്കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. മിസ്റ്റിലായിരുന്നു അതിനായി പോയത്. ഇതിന് മുമ്പും അവൻ്റെ ഫോട്ടോ എടുത്തിരുന്നത് മിസ്റ്റിൽ നിന്നായിരുന്നു. മാമോദിസയുടെ ഫോട്ടോയും മിസ്റ്റുകാരനായിരുന്നു എടുത്തിരുന്നത്. അവരുടെ വാളിൽ തോമുകുഞ്ഞിൻ്റെ മാമോദിസയുടെ ഫോട്ടോയും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ നിന്ന് തരുന്നേ ഇല്ലായിരുന്നു. അവൻ ഓടാനും മറ്റ് കാഴ്ചകൾ കാണാനും ക്യാമറയും ലൈറ്റും ഒക്കെ കാണാനായിരുന്നു തിരക്ക്. പിന്നെ അവൻ പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് ചേർന്ന് മറിഞ്ഞു പോകുമോ എന്നുള്ള പേടിയും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇച്ചായൻ സൈഡിലിരുന്ന് അവനെ പിടിച്ചുകൊണ്ടിട്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചത്. അവന് കസേരയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവാനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അവനെ ചിരിപ്പിക്കാനും അവനെ ക്യാമറയിലേക്ക് ശ്രദ്ധിക്കാനും ഒക്കെ ആയിട്ട് ഞാനും ഇച്ചാനും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. ഈ ടാസ്ക് ഏറെ ശ്രമകരമായിരുന്നു. എങ്കിലും അവസാനം ഞങ്ങൾക്ക് കുറച്ച് നല്ല ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എടുത്ത നല്ല പിക്ചേഴ്സൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവനെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഓടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നന്നായിട്ട് ക്യാമറ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫോട്ടോ എടുക്കൽ ഏകദേശം പൂർത്തീകരിച്ച് അവിടെ നിന്നിറങ്ങി. ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഉടനീളം അവൻ ഞങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഭാഷയിൽ. അങ്ങനെ ആ ടാസ്ക് പൂർത്തീകരിച്ച് ഞങ്ങൾ മിസ്റ്റിൽ നിന്നും ഇറങ്ങി. വീട്ടിൽ വന്നു കഴിഞ്ഞ് ബർത്ത്ഡേ ഡെക്കറേഷന് വേണ്ടിയുള്ള ചെറിയ പണികളൊക്കെ ഞാൻ തുടങ്ങി വെച്ചു. അടിക്കലും തൂക്കലും വൃത്തിയാക്കലും ഒക്കെയായിട്ട് ഫ്ലവർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേസിന് വേണ്ടിയിട്ടൊരു ബോട്ടിൽ ഞാൻ കളർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു.
നിലവിൽ അവിടെ കിടന്നിരുന്ന കർട്ടനൊക്കെ ഞാൻ അഴിച്ചു മാറ്റി. കൂടാതെ ഹോളിൽ തുണിയിടുന്നതിനായി അയയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവയൊക്കെ ഒഴിവാക്കി ഏകദേശം എടുക്കുകയായിരുന്നു. വൈകുന്നേരത്തോടു കൂടി ചായനും ഡെക്കറേഷൻ പരിപാടികൾക്ക് എന്നോടൊപ്പം കൂടി. കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ രാത്രിയിൽ ഓരോന്നും ചെയ്തു തുടങ്ങിയത്. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർത്തപ്പോഴേക്ക് ഏകദേശം 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. പിന്നെ അവൻ ഉറങ്ങിയില്ല. കുറച്ച് സമയം അവനെ ഞാൻ ഉറക്കാനൊക്കെ നോക്കിയെങ്കിലും അവൻ ഉറങ്ങിയില്ല. പിന്നെ ഇച്ചായൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു 11:30 അന്നത്തെ പണികൾ അവസാനിപ്പിച്ചു. പിന്നെ വാവയായിട്ട് ഉറങ്ങാനായിട്ട് പോയി. അവൻ ഏറെ നേരം കളിച്ചതിന് ശേഷമാണ് ഉറങ്ങാനായിട്ട് വന്നത്. ഇന്ന് ജൂലൈ 3, കൈനാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. രാവിലെ തന്നെ ഞാനും ഇച്ചായനും കുഞ്ഞും കൂടി പള്ളിയിൽ പോയി. പള്ളിയിലെത്തി കുർബാന കൂടി പ്രാർത്ഥിച്ചു. കുർബാന കഴിഞ്ഞ് അവനെ കൊണ്ട് ഞങ്ങൾ മമ്മിയുടെ കല്ലറയിൽ പോയിരുന്നു. അവന് വേണ്ടി അമ്മമ്മയോട് പ്രാർത്ഥിച്ചു. തിരിച്ച് ഞങ്ങൾ പള്ളിമുറ്റത്ത് വന്നപ്പോഴേക്കും അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവന് പിറന്നാൾ വിഷസ് അറിയിച്ചു. അച്ഛൻ അവൻ സമ്മാനമായിട്ട് ഒരു കൊച്ചു കാറ് നൽകി. ഇതിനൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്ന ശേഷം അവൻ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ ഞാനും ഇച്ചായനും ഓരോ ഈവനിങ് പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഉച്ചയോടുകൂടി ഞങ്ങൾ ഡെക്കറേഷൻസൊക്കെ ഏകദേശം പൂർത്തിയാക്കി. ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഏകദേശം തീരാനായി വന്നപ്പോഴേക്കും ജെസ്സി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനുള്ള പിറന്നാൾ സമ്മാനമായിട്ടാണ് ജെസ്സി ചേച്ചി എത്തിയത്. ഒരു സൈക്കിളായിരുന്നു സമ്മാനമായിട്ട് അവന് ലഭിച്ചത്. അവനത് ഒത്തിരി ഇഷ്ടമായി. അതിൽ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കയറിയിരുന്ന് മ്യൂസിക് വെച്ച് ഡാൻസ് കളിക്കാനും വണ്ടി ഓടിക്കാനും ഒക്കെ വലിയ താല്പര്യമായിരുന്നു. അപ്പാപ്പന് അവനെ സൈക്കിളിൽ കയറ്റിയിരുത്തി സൈക്കിൾ തള്ളിക്കൊടുത്തു. അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൻ വളരെ വേഗം തന്നെ അവൻ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവൻ പഠിച്ചു. കാല് ചവിട്ടി ചവിട്ടി പുറകോട്ട് പോയി അവനത് വേഗം ഓടിക്കാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഞങ്ങളുടെ ഡെക്കറേഷൻസൊക്കെ പൂർത്തിയായപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന സ്പേസ് ഉള്ളത്. ചെറിയൊരു ഫ്ലവർ വേസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബൾബും ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനറും കുറച്ച് ഫോട്ടോസും ഒരു ബർത്ത്ഡേ വിഷസ് എഴുതിയ ഒരു കാർഡും കുറച്ച് ബലൂണും ഒക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ അലങ്കരിച്ചത്. എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ നന്നായിരിക്കുന്നുവെന്ന് തോന്നി. കുഞ്ഞ് ജനിച്ചപ്പോൾ മുതലുള്ള ഒരു വർഷക്കാലത്തെ ഫോട്ടോസാണ് ഈ വാളിൽ ഉൾപ്പെടുത്തിയത്.
അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും സൂചിപ്പിക്കുന്നതായിരുന്നു ഈ ഫോട്ടോസ്. തോമകുഞ്ഞിനെ കുളിപ്പിച്ച് ഇച്ചാനെ ഏൽപ്പിച്ച ശേഷം ഞാൻ കുളിക്കാൻ പോയി. തിരികെ വന്ന് കുഞ്ഞിനെ പിറന്നാളുകാരന് ഒരുക്കി റെഡിയാക്കി. കേക്ക് കട്ടിങ്ങിനുള്ള സമയമായി. എല്ലാവരും എത്തി. നമ്മൾ വിളിച്ചു വരും നമ്മുടെ ഫാമിലി, എൻ്റെ ഇച്ചാൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴേക്കും. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് വാവ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തിയാണ് ആ കേക്ക് കട്ട് ചെയ്തത്. എല്ലാവർക്കും കേക്ക് പങ്കുവെച്ച് നൽകി. അപ്പാപ്പനും ടോംകുഞ്ഞിന് കേക്ക് നൽകി. അമ്മച്ചിക്കും കേക്ക് കൊടുത്തു. എല്ലാവർക്കും കേക്ക് പങ്കുവെച്ചു. അവന് ഉറക്കമായിരുന്നതുകൊണ്ട് അത്ര സന്തോഷത്തിലൊന്നും അല്ലായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ആൾ ഉഷാറായി. എല്ലാവരും ടോംകുഞ്ഞിന് സമ്മാനങ്ങൾ കൈമാറി. ദ ഹോൾ ഫങ്ഷൻ ഞങ്ങൾ ഒരാളെ മിസ് ചെയ്തിരുന്നു. മുത്തിനെയായിരുന്നു. നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്ത് വിശേഷങ്ങളൊക്കെ കൈമാറി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം.